നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്കുള്ള ശിക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പ്രഖ്യാപിക്കും. സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി പി വിജേഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവർക്കാണ് ശിക്ഷ വിധിക്കുന്നത്. സുനിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഇയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു. 20-ാം വയസ്സ് മുതൽ കുറ്റകൃത്യങ്ങൾ തൊഴിലാക്കിയ ആളാണ് സുനി. ലഹരി, മോഷണം, കവർച്ച, കള്ളപ്പണം വെളുപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇയാളെ പോലീസ് നിരവധി തവണ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പലപ്പോഴായി ഇയാൾ പോലീസിന്റെ പിടിയിലായിട്ടുമുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിലാണ് സുനി ഏറ്റവും ഒടുവിലായി അറസ്റ്റിലാകുന്നത്. നടിയെ ഭീഷണിപ്പെടുത്തി നഗ്ന ചിത്രങ്ങൾ പകർത്തിയെന്നാണ് ഇയാൾക്കെതിരായ കുറ്റം. തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിൽ ഓടുന്ന കാറിൽ വെച്ചാണ് ഇയാൾ നടിയോട് ക്രൂരത കാട്ടിയത്. എറണാകുളത്തുള്ള ഫ്ളാറ്റിൽ കൊണ്ടുപോയി ഗുരുതര ലഹരിമരുന്ന് കുത്തിവെച്ച് പീഡിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ക്രൂരത. കൃത്യം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സുനിയെ പോലീസ് പിടികൂടി. കോടതിയിൽ ഹാജരാകാനെത്തിയപ്പോഴായിരുന്നു നാടകീയമായ പിടികൂടൽ. തുടർന്ന് 8 വർഷത്തോളം വിചാരണ തടവുകാരനായി ജയിലിൽ. ഇതിനിടയിൽ 10 തവണയോളം പണമെറിഞ്ഞ് ജാമ്യം നേടാനുള്ള ശ്രമം നടത്തി. ജയിലിൽ കിടക്കുന്ന സാധാരണക്കാരനായ സുനിക്ക് വലിയ തുക ശമ്പളം വാങ്ങുന്ന വക്കീലുമാരെ വെക്കാനുള്ള പണം എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് ഹർജി പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചിട്ടുണ്ട്. വിചാരണ വേളയിൽ മെമ്മറി കാർഡാണ് സുനിക്കെതിരായ നിർണായക തെളിവായി മാറിയത്. കേസിലെ ഏറ്റവും സുപ്രധാന തെളിവ് കൂടിയാണ് ഈ കാർഡ്. നടിയെ ക്രൂരമായി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ സുനി ഈ ദൃശ്യങ്ങൾ തന്റെ ഫോണിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. മൈ എന്ന ഫോൾഡറിലായിരുന്നു നടിയുടെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ഫോറൻസിക് റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. നടിയുടെ മാത്രമല്ല മറ്റ് സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങളും ഇയാൾ ഫോണിലെ മെമ്മറി കാർഡിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. ഇയാളുമായി ബന്ധമുണ്ടായിരുന്ന സ്ത്രീകളുടെ ദൃശ്യങ്ങളാണ് കാർഡിൽ ഉണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങൾ രഹസ്യ ഫോൾഡറുകളിലാക്കിയാണ് പ്രതി സൂക്ഷിച്ചത്. ഡിയർ എന്ന പേരിലായിരുന്നു മറ്റ് സ്ത്രീകളുടെ ദൃശ്യങ്ങളുള്ള ഫോൾഡർ ഉണ്ടായത്. ഇത്തരത്തിൽ കൊടും കുറ്റവാളിയായ ഇയാൾക്ക് നിയമം അനുശാസിക്കുന്ന കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. അതേസമയം കേസിലെ 8-ാം പ്രതിയായ ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നത് സംബന്ധിച്ചും കോടതി ഇന്ന് വിധിയിൽ വ്യക്തമാക്കും. ഗൂഢാലോചന കുറ്റമായിരുന്നു കേസിൽ ദിലീപിനെതിരെ ചുമത്തിയത്. എന്നാൽ ഇത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി വ്യക്തമാക്കിയ കാര്യം.